2. പിറവിക്കാലം. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിക്കാനിടവന്ന യേശുക്രിസ്തുവിന്റെ ജനനവും അതിനോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളുടെ പ്രധാന ചിന്താവിഷയം. ദൈവപുത്രനായ യേശു മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്ന യാഥാർത്ഥ്യം തീർച്ചയായും സഭാമക്കൾക്ക് ആഹ്ലാദകരമായ ഒരു അനുഭവവും അനുഭൂതിയും ആണ് ഉണ്ടാക്കാനിടവരിക. എന്നാൽ ഈ തിരുജനനത്തിനോടനുബന്ധിച്ച് ദൈവപിതാവ് ഒരുക്കിയ സാഹചര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ തീർത്തും അനിഷ്ടകരവും ക്ലേശപൂർണവും അതിദാരുണവുമായ സാഹചര്യങ്ങളോട് ഉണ്ണിയേശുവിന്റെ മാതാപിതാക്കൾ പുലർത്തിപ്പോന്ന ക്രിയാത്മകമായ പ്രതികരണ ശൈലിയാണ് സഭാമക്കളായ നാം ഈ കാലഘട്ടത്തിന്റെ ചൈതന്യമായി ഒപ്പിയെടുക്കേണ്ടത്. സീറോ മലബാർ സഭയിലെ ആരാധന ക്രമവത്സരത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു കാലഘട്ടമാണ് പിറവിക്കാലം എന്ന് നമുക്ക് കാണാം. 2 ആഴ്ചകളിലായിട്ടാണ് ഈ കാലഘട്ടം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലെയും ഞായറാഴ്ച ദിവസത്തിൽ ദേവാലയത്തിൽ ദിവ്യബലിമധ്യേ പാരായണം ചെയ്യുന്ന സുവിശേഷ വായനകളെ അടിസ്ഥാനമാക്കിയുള്ള കാലോചിതവും ജീവിതബന്ധിയുമായ പ്രഭാഷണങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം.